Our team of highly skilled and experienced speech therapists work systematically, starting from the building blocks of pre linguistic skills and gradually progressing to language development and expressive communication. Here, every child is encouraged to find their voices and express themselves confidently. ഹായ്, ഞാൻ എലിസബത്ത് കെ എസ്, വിമല ഏർലി ഇന്റർവെൻഷൻ സെന്ററിലെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. എന്താണ് സ്പീച്ച് തെറപ്പി? കുട്ടി ഇതുവരെയും സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ സമപ്രായമുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ സംസാരം പുറകിലോട്ടാണ്. ഈ കൺസേൺസ് ആയിട്ടാണ് സാധാരണമായിട്ട് മാതാപിതാക്കൾ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ അടുത്ത് വരുന്നത്. ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റ് കുഞ്ഞിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെന്റ് എടുക്കുകയും അതിലൂടെ കുഞ്ഞിന്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതനുസരിച്ച് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള തെറപ്പി പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയും അതിലൂടെ കുഞ്ഞിന്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ്, റിസപ്റ്റീവ് ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ് സ്കിൽസ്, അതായത് കുഞ്ഞ് മനസ്സിലാക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ മെച്ചപ്പെടുത്തുകയാണ് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് ചെയ്യുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പി ആവശ്യമായിട്ട് വരിക? ഒന്നാമതായിട്ട് ഡെവലപ്മെന്റൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉള്ള കുട്ടികൾ, അതായത് പ്രായത്തിനനുസരിച്ച് സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾ. ഉദാഹരണത്തിന് 3 വയസ്സായ കുട്ടി ഇതുവരെയും 2-3 വാക്ക് ചേർത്ത് സംസാരിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിന് ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. പല കണ്ടീഷനുകൾ കാരണം ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉണ്ടാകാം. ഡൗൺ സിൻഡ്രോം, ബെസ്റ്റ് സിൻഡ്രോം പോലുള്ള സിൻഡ്രോമിക് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളായിട്ടുള്ള ഓട്ടിസം, സെറിബ്രൽ പാൽസി, ADHD തുടങ്ങിയ കണ്ടീഷനുള്ള കുട്ടികൾക്ക് അവരുടെ ഭാഷാപരവും സംസാരപരവുമായിട്ടുള്ള കഴിവുകൾ ഒത്തിരി പുറകിലോട്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിയിലൂടെ അവരുടെ ഭാഷയും സംസാരത്തെയും മെച്ചപ്പെടുത്തുന്നു. അടുത്തത് ഫ്ലുവൻസി ഡിസോർഡർ, അതായത് സംസാരത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ട്. അതിലൊന്നാണ് സ്റ്റട്ടറിംഗ് അല്ലെങ്കിൽ വിക്ക്. സ്പീച്ച് തെറപ്പിയിലൂടെ നമുക്ക് വിക്കിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഫ്ലുവൻസി ഡിസോർഡറുകളുള്ള കുട്ടികൾക്ക് നമ്മളിവിടെ ഫ്ലുവൻസി ബേസ്ഡ് ആയിട്ടുള്ള സ്പീച്ച് തെറപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.